എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതത്തിൽ എത്ര വലിയ പാപം ചെയ്തിട്ടുണ്ട്. നമ്മൾ വിചാരിച്ചിരിക്കുന്നത് നമ്മളൊക്കെ കൂടെ പാപികളാണ്. ജീവിതത്തിൽ നീ എത്ര വലിയ പാപം ചെയ്തവനാണെങ്കിലും നിന്നെ പടച്ച ആരാന്നറിയാം. എടാ, 100 കൊല ചെയ്ത ഒരു മനുഷ്യൻ. ആ ചരിത്രം നിങ്ങളൊന്ന് കേൾക്കണം. വളരെ മനോഹരമായ, ചിന്തിക്കാൻ നമുക്ക് ചിന്തിക്കാൻ നമുക്ക് ഒരുപാട് പാഠങ്ങളുടെ ചരിത്രമാണ്. ഒരു മനുഷ്യൻ 99 പേരെ കൊന്നു. 99 പേരെ കൊന്ന ഈ മനുഷ്യനൊന്നും നന്നാകണമെന്ന് തോന്നി. ആലോചിക്കാം. പിന്നെ ഇപ്പൊ ഇത് 99 എന്ന് പറഞ്ഞാൽ അതൊക്കെ ചെറുതാ. ഇപ്പൊ പിന്നെ ലക്ഷങ്ങളുടെ കാലമാണല്ലോ. അതാണല്ലോ. 99 പേരെ കൊന്ന ഒരു മനുഷ്യൻ ഒരാളുടെ അടുക്കൽ പോയിട്ട് ചോദിച്ചു, ഞാൻ 99 പേരെ കൊന്നിട്ടുണ്ട്, അല്ല എനിക്ക് പുറത്തു തരുവോ? ഇല്ലടാ, എന്നാ നീ ചാവടാന്ന് പറഞ്ഞു ഒറ്റ വെട്ട് 100 കൊന്നവൻ. ഒരാളോട് പോയി ചോദിച്ചു, ഞാൻ 99 പേരെ കൊന്നവനാണ്, എനിക്ക് വല്ല പാപത്തിന് മോചനമുണ്ടോ, എനിക്ക് രക്ഷപ്പെടാൻ കഴിയുമോ? ഇപ്പോ കേട്ട ആള് പറയാവൂ, 99 പേരെ കൊന്ന് നിന്നെ രക്ഷപ്പെടുത്താനും നിന്നെ വെറുതെ വിടുവല്ല. അപ്പൊ പറഞ്ഞു, എന്നാ നീയും പോകട്ടെ എന്ന് പറഞ്ഞു 100 തികച്ചു. 100 പേരെ കൊന്നു കഴിഞ്ഞപ്പോ ഈ മനുഷ്യന്റെ മനസ്സിന്റെ ഉള്ളിൽ ഒരു കുറ്റബോധം. ഇദ്ദേഹം പോയി ഒരു ആലിമിന്റെ അടുക്കൽ, ഒരറിവുള്ള മനുഷ്യന്റെ അടുക്ക പോയി ചോദിച്ചു, ഞാൻ 100 പേരെ കൊല ചെയ്തിട്ടുണ്ട്, 99 പേരെ കൊന്നു, ഇപ്പൊ ഒരാളെ കൂടെ കൊന്നു, 100 തികച്ചവനാ, അള്ളാഹു എനിക്ക് പുറത്തു തരുമോ? ആ മനുഷ്യനോട് പറഞ്ഞു, അല്ല നിനക്ക് പുറത്തു തരും. 100 കൊല ചെയ്തവനോട് പറഞ്ഞു കൊടുത്ത അല്ല നിനക്ക് പുറത്തു തരും. അവസാനം എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ആ മനുഷ്യൻ അള്ളാഹുവിന്റെ മുന്നിൽ ആത്മാർത്ഥമായി തൗബ ചെയ്തു. അവിടെ നിന്ന് മനുഷ്യ ആരിമ പറഞ്ഞു, ഇനി നിങ്ങൾ ഈ നാട്ടിൽ നിൽക്കരുത്, വേറെ ഏതെങ്കിലും നാട്ടിൽ പൊക്കോ. നല്ല ആൾക്കാർ താമസിക്കുന്ന ഒരു നാട് പറഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞ് അങ്ങോട്ട് പൊക്കോളാൻ. ഈ മനുഷ്യൻ ആ നാട്ടിലേക്ക് പോകുന്ന വഴിയിലാണ് മരണപ്പെട്ടതെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഇദ്ദേഹത്തിന്റെ നാട്ടിൽ നിന്ന് അന്യ ഒരു നാട്ടിലേക്ക് ഈ മനുഷ്യൻ പോകുന്ന വഴിയിൽ മരിച്ചു. മരിച്ചതും നരകത്തിന്റെ മലക്കും വന്നു, സ്വർഗത്തിന്റെ മലക്കും. 2 ഭാഗത്തു നിന്നും മലക്കുകൾ വന്നു. നരകത്തിന്റെ മലക്കുകൾ പറഞ്ഞു, 100 പേരെ കൊന്നവനായി ഇവൻ ഞങ്ങൾക്ക് വേണം. സ്വർഗത്തിന്റെ മലക്ക് പറഞ്ഞു, ഇവൻ തൗബ ചെയ്തവനായി, ഇവനെ ഞങ്ങൾക്ക് വേണം. അങ്ങനെ മലക്കുകൾ തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കമായി. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് ജിബ്രീൽ എന്ന് പറയുന്ന മലക്കിനെ പറഞ്ഞു വിട്ടു മധ്യസ്ഥനായിട്ട്. അവസാനം 2 മലക്കുകളോടും പറഞ്ഞു, ഈ മനുഷ്യൻ ഇദ്ദേഹത്തിന്റെ നാട്ടിൽ നിന്ന് ഇവിടെ വരെയുള്ള ദൂരം അടക്കണം, ഇനി അങ്ങോട്ടുള്ള ദൂരവും അടക്കണം. എന്നിട്ട് ഈ നാട്ടിനോടാണ് ഈ മനുഷ്യൻ അടുത്തിരിക്കുന്നതെങ്കിൽ നരകത്തിന്റെ മലക്കുകൾക്കുള്ളതാ. പക്ഷേ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നവർ താമസിക്കുന്ന നാടുമായിട്ടാണ് ഇദ്ദേഹത്തിന് അടുപ്പമുള്ളതെങ്കിൽ അദ്ദേഹത്തിന് സ്വർഗമാണ്. ചരിത്രം പറയുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലവർ താമസിക്കുന്ന നാടുമായിട്ട് അദ്ദേഹത്തിന് അല്ലാഹു അടുപ്പിച്ചു കൊടുത്തു. എന്നിട്ട് അല്ലാഹു സ്വർഗം കൊടുത്തെന്ന് നബി മുഹമ്മദ് മുസ്തഫ. 100 കൊല ചെയ്തവർക്ക് അല്ലാഹു പുറത്തു കൊടുത്തു. എന്തിന്? സ്വന്തം പെമ്മക്കളെ ജീവനോടെ കുഴിച്ചു മൂടിയ സ്വഹാബത്ത്. തന്റെ പൊന്നാര മക്കളെ ജീവനോടെ 1 അല്ല 2 അല്ല, അല്ലാഹുവേ തനിക്ക് കിട്ടിയ മക്കളെ മുഴുവനും ജീവനോടെ കൊന്നവർക്ക് അല്ലാഹു പുറത്തു കൊടുത്തു. പിന്നെ എന്തേ ചെറുപ്പക്കാരാ നീ പേടിക്കണേ? നീ അല്ലാഹുവോട് പറയണം, നീ പറയണം, രഹസ്യമായി ചെയ്തത് രഹസ്യമായി തൗബ ചെയ്യണം, പരസ്യമായി ചെയ്തത് പരസ്യമായി നീ അല്ലാഹുവോട് പറയണം. പടച്ചവനെ, എന്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് തമ്പുരാനെ, പറയണം. ഒരു മടിയും നീ കാണിക്കരുത്. എങ്ങനെ പറയണമെന്നറിയുമോ? പൊറുക്കണ്ട പാപം സയ്യിദി വെറുക്കാതെ, പൊറുക്കുന്നവനാരുണ്ട് നീയല്ലാതെ, ഇഹലോക ആർഭാടങ്ങളെന്ന വലച്ചതാ, നഫ്സന്ന ഉന്തി തള്ളിവിട്ടു ചതിച്ചതാ, അല്ലാതെ ധിക്കരിച്ചല്ല റബ്ബേ നിന്നെ, അതുകൊണ്ട് ആട്ടരുതിലാഹേ എന്നെ. 2 കൈയും ഉയർത്തിയിട്ട് നീ അള്ളാഹുവിനോട് യാചിക്കുകയാണ്. പടച്ചവനെ, ഒരുപാട് പാപം ചെയ്തു തമ്പുരാന്. അള്ളാഹുവേ പടച്ചവനെ, നിന്നെക്കാളും പൊറുക്കുന്ന ഒരാൾ ഈ ലോകത്തില്ല, നിന്നെക്കാളും കരുണയുള്ള ഒരാൾ ഈ ലോകത്തില്ല. അതുകൊണ്ട് ഞാൻ എന്റെ ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ പുറത്തു തരണേ അല്ലാ.
എന്നെ ചതിച്ചതാണ്, ദുനിയാവെന്നെ പിഴപ്പിച്ചതാണ്. അല്ലാഹുവേ എന്ത് ചെയ്താലും നീ കാണുമെന്ന് എനിക്കറിയാം തമ്പുരാനു. പിന്നെയും ഞാൻ പാപം ചെയ്തത് അഹങ്കാരം കൊണ്ടല്ല, ധിക്കാരം കൊണ്ടല്ല, വിട്ടുപോയതാണ് നാഥാ. എന്റെ പാപം പുറത്തു തരണേ അല്ലാ. പൊട്ടിക്കരഞ്ഞുകൊണ്ട് ചോദിച്ചാൽ എന്തു പാപം അല്ലാഹു പുറത്തു തരും ചെറുപ്പക്കാരാ. അല്ലാഹു ശിർക്ക് ചെയ്തവർക്ക് പോലും ഉദ്ദേശിക്കുന്നവർക്ക് പുറത്തു കൊടുക്കുമെന്ന് പ്രവാചകൻ പറയുമ്പോ എന്തിനാ ഇങ്ങനെ ചുമന്നുകൊണ്ട് നടക്കുന്നത്? ഈ പാപങ്ങളും ചുമന്നിട്ട് എന്തിനാ നടക്കുന്നത്? അല്ലാഹുവേ നിങ്ങൾക്ക് ഞാനൊരു ചരിത്രം പറഞ്ഞു തരാ. പടച്ചവനെ കേട്ട ചരിത്രമാണെങ്കിലും ഈ സമയത്ത് ഒരുപാട് നമുക്ക് പ്രയോജനം ചെയ്യുന്ന ചരിത്രമാണ്. മഹാനായ ഇമാമുനാ ശാഫി റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് ഒരു ചരിത്രം പറഞ്ഞു തരികയാണ്. മഹാനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകന്റെ വീടിന്റെ അകത്തേക്ക് മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകന്റെ വീടിന്റെ അകത്തേക്ക് കരഞ്ഞു വിളിച്ചുകൊണ്ട് ഓടുകയാണ്. മുത്തുനബിയുടെ വീടിന്റെ അകത്തേക്ക് ഓടുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ നോക്കുമ്പോ ഉമർ തങ്ങളുടെ കണ്ണിങ്ങനെ നിറഞ്ഞൊഴുകുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, എന്തിനാ ഉമറേ കരയുന്നത്? ആരാണ് നിന്നെ വേദനിപ്പിച്ചത്? ആരാണ് നിന്നെ ഉപദ്രവിച്ചത്? യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എന്നെ ആരും ഉപദ്രവിച്ചില്ല നബിയോ, എന്നെ ആരും വേദനിപ്പിച്ചില്ല നബിയോ. പിന്നെ ഞാൻ കരയുന്നത് എന്തിനെന്നറിയുമോ? ഒരു ചെറുപ്പക്കാരൻ നിന്ന് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാ. ഒരു ചെറുപ്പക്കാരൻ നിന്ന് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാണ്. അവന്റെ കരച്ചിൽ കണ്ടിട്ട് കരഞ്ഞതാ നബിയേ. അല്ലാഹുവിന്റെ റസൂലിന് അത്ഭുതമായി. കാരണം പറയുന്നത് മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. ഉമർ തങ്ങളാ പറയണത്, ഞാനൊരു ചെറുപ്പക്കാരൻ കരയുന്നത് കണ്ടിട്ട് കരയ. ആരാ? ഉമർ കിസ്റയെയും കൈസറിനെയും വിറപ്പിച്ച ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല. എന്റെ സഹോദര, ഉമർ റളിയല്ലാഹു ഉമർ തങ്ങൾ നടക്കുന്ന വഴിയിലൂടെ ഇബ്ലീസ് പോലും നടക്കത്തില്ല, പേടിയായിരുന്നു. ഉമർ തങ്ങൾ നടക്കുന്ന വഴിയിലൂടെ ഇബ്ലീസ് പോലും വരൂല. ഉമർ തങ്ങളുടെ ധൈര്യം എന്തെന്നറിയോ? ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഖബറിന്റെ അകത്ത് കൊണ്ടുവെക്കുമ്പോ രണ്ട് മലക്കുകൾ ഖബറിൽ ചോദ്യം ചോദിക്കാൻ വരും. ആ മലക്കുകൾ ചോദിക്കും, മൻ റബ്ബുക മൻ ദീനുക മൻ ഇമാമുക, ഇങ്ങനെ ചോദിക്കും. അപ്പൊ ഈ പ്രവാചകൻ ഇത് പറയുമ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറയാ, നബിയെ എന്നോടങ്ങാനും മൻ റബ്ബുക എന്ന് ഖബറിന്റെ അകത്ത് വരുന്ന മലക്കുകൾ ചോദിച്ചാൽ ഞാൻ ചോദിക്കും, നിങ്ങളുടെ റബ്ബ് തന്നെയാ എന്റെ റബ്ബെന്ന് ഞാൻ പറയുന്നു. ഖബറിന്റെ അകത്ത് വരുന്ന മലക്കിനോട് തിരിച്ചു പറയത്ര, നിങ്ങളുടെ റബ്ബുണ്ടല്ലോ, ആ റബ്ബ് തന്നെയാ എന്റെ റബ്ബെന്ന് അത്രയ്ക്കും ധൈര്യശാലിയാ. ആ ഉമർ തങ്ങളാണ് പ്രവാചകന്റെ മുന്നിൽ നിന്ന് കരയുന്നത്. കാരണം ഒരു ചെറുപ്പക്കാരൻ കരയുന്ന കണ്ടിട്ട് കരയാ. റസൂലുള്ളാഹിക്ക് അത്ഭുതമായി. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകൻ പറഞ്ഞു, ആ ചെറുപ്പക്കാരനെ ഇങ്ങ് വിളിച്ചിട്ട് വരാൻ, ഇങ്ങ് വിളിച്ചു കൊണ്ടുവരാൻ പറഞ്ഞു. ആ ചെറുപ്പക്കാരനെ മുത്തുനബിയുടെ മുന്നിൽ കൊണ്ടുവന്നു. റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു, നീ എന്തിനാ കരയുന്നേ? എന്തിനാ മോനെ നീ കരയണേ? ആ ചെറുപ്പക്കാരൻ ആ സമയത്ത് പറയുന്നു, നബിയേ, എന്റെ ജോലി എന്തെന്നറിയുമോ? എന്റെ നാട്ടിൽ ആരെങ്കിലും മരണപ്പെട്ട് കഴിഞ്ഞാൽ മയ്യത്ത് കുളിപ്പിച്ചു കഫം പൊതിഞ്ഞു പള്ളിയിൽ കൊണ്ടുപോയി മയ്യത്ത് നമസ്കരിച്ചിട്ട് 6 അടി മണ്ണിന്റെ അകത്ത് ഇറക്കി വെച്ച് ഖബറിന്റെ അകത്ത് മണ്ണിട്ട് മൂടി എല്ലാവരും പോകുമ്പോ അവസാനം ആ ഖബറിന്റെ ചാരത്ത് നിന്ന് പോകുന്നത് ഞാനാണ്. എന്തിനാണ്? ഒരടയാളം വെക്കുകയാണ്. ഖബറിന്റെ മുകളിൽ അടയാളം വെച്ചിട്ടാണ് പോകുന്നത്. എന്തിനാ? ഖബർ തിരിച്ചറിയാൻ. എന്നിട്ട് അവിടെ നിന്ന് പിരിഞ്ഞു പോയി. രാത്രി എല്ലാവരും ഉറങ്ങിക്കിടിയുമ്പോ മണ്ണ് കുഴിക്കുന്ന ആയുധവും എടുത്തുകൊണ്ട് അടയാളം വെച്ച ഖബറിന്റെ ചാരത്ത് പാതിരാത്രി കടന്നു പോവുകയാണ്. എന്നിട്ട് പടച്ചവനെ മണ്ണ് മാറ്റി പലക മാറ്റി ഖബറിന്റെ അകത്ത് ഇറങ്ങുകയാണ്. ആ മയ്യത്തിന്റെ ശരീരത്ത് ധരിപ്പിച്ചിരിക്കുന്ന കഫൻ തുണിയുണ്ടല്ലോ, ആ പുതിയ വസ്ത്രം അങ്ങടിച്ചെടുക്കുകയാണ്. അവിടത്തെ കഫൻ തുണി മോട്ടിക്കുകയാണ്. എന്നിട്ട് മുകളിൽ കയറി പഴയതുപോലെ എല്ലാം വാരിയിട്ടിട്ട് നാട്ടിലേക്ക് വീട്ടിലേക്ക് കൊണ്ടുപോയി കഴുകി
കുഴി ശുദ്ധമാക്കിയിട്ട് പട്ടണത്തിൽ കൊണ്ടു വിൽക്കുന്ന ജോലിയാണ് നബിയെ. ഞാനൊരു കള്ളനാട്, മയ്യത്തിന്റെ കഫം തുണി മോട്ടിക്കുന്നവനാണ്. എന്റെ നാട്ടിലെ പള്ളിപ്പറമ്പിൽ കിടക്കുന്ന മയ്യത്തുകൾ മുഴുവനും നഗ്നരാണ്. റസൂലുള്ളാഹി തങ്ങളോട് പറയുമ്പോ പ്രവാചകൻ പറഞ്ഞു, നീ കരയണ്ട, അല്ലാഹു നിനക്ക് പുറത്തു തരും മോനെ. പക്ഷേ ചെറുപ്പക്കാരൻ പിന്നെയും നിന്ന് കരയുകയാണ്. ഇല്ല നബിയേ, എന്നെ പോലും ഒരു പാവി ദുനിയാവിലില്ല, എന്നെ പോലെ പാപം ചെയ്ത ഒരാളുമില്ല, എനിക്ക് അല്ലാഹു പുറത്തു തരൂല. കാരണം ഞാൻ അപരാധം ചെയ്തവനാണ്, ദ്രോഹം ചെയ്തവനാണ്. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, അത്രയ്ക്കും വലിയ എന്ത് പാപമാ നീ ചെയ്തത്? യാ റസൂലല്ലാഹ്, 7 വർഷങ്ങൾക്ക് മുമ്പ് എന്റെ നാട്ടിൽ ഒരു സാലിഹത്തായ പെണ്ണ് മരിച്ചു നബിയേ. ചെറുപ്പക്കാരിയായ സുന്ദരിയായ ഒരു പെണ്ണു മരിച്ചു. അവളുടെ മയ്യത്തും ഇതുപോലെ കൊണ്ടുപോയി കബറടക്കി അടയാളം വെച്ച് വീട്ടിലേക്ക് വന്നു. രാത്രി കടന്നു പോയിട്ട് ആ പെണ്ണിന്റെ കബറ് മാന്തിയിട്ട് അതിനകത്തിറങ്ങിയിട്ട് പെണ്ണിന്റെ ശരീരത്തെ ധരിപ്പിച്ചിരിക്കുന്ന കഫൻ തുണികൾ അടിച്ചെടുത്തു, കബറിൽ മണ്ണ് വാരിയിട്ടു. എന്നിട്ട് ഞാനിങ്ങനെ പള്ളിക്കാട്ടിലൂടെ നടന്നു പോകുമ്പോ ഒരു തുണ്ടു വസ്ത്രം പോലുമില്ലാതെ ഖബറിന്റെ അകത്ത് കിടക്കുന്ന സുന്ദരി എനിക്ക് ഓർമ്മ വന്നു നബിയേ. എനിക്ക് അവളോട് ആഗ്രഹം തോന്നി നബിയേ, എനിക്ക് അവളോട് മോഹം തോന്നി നബിയേ. ഖബറിന്റെ ചാരത്തേക്ക് ഓടുകയാണ്. പള്ളിപ്പറമ്പിലൂടെ ഓടിപ്പോയി രണ്ടാമതും ആ പെണ്ണിന്റെ ഖബറിന്റെ അകത്ത് നിന്ന് മണ്ണുകൾ എടുത്തു മാറ്റി, പലകയെടുത്തു മാറ്റി ആ ഖബറിന്റെ അകത്ത് ഇറങ്ങിയിട്ട് അതിനകത്ത് മരിച്ചു കിടക്കുന്ന പെണ്ണിന്റെ ജനാസ ആ ഖബറിന്റെ അകത്തിട്ട് ഞാൻ വ്യഭിചരിച്ചു നബിയേ. ഉമർ തങ്ങള് ബോധം കെട്ടു വീടു, റസൂലുള്ളാഹി തങ്ങള് തളർന്നു വീടു, കൈകാലുകൾ വിറയ്ക്കുകയാണ്. എന്തൊരു പാപവാടാ, മരിച്ചുപോയ പെണ്ണിനെ കബറടക്കി രാത്രി പോയിട്ട് ആ കബർ മാന്തിയിട്ട് അതിനകത്ത് കിടന്ന് മയ്യത്തിനെ വ്യഭിചരിച്ച ചെറുപ്പക്കാരനാ. അല്ലാഹുവിന്റെ റസൂലിനോട് കരഞ്ഞുകൊണ്ട് ചോദിച്ചു, യാ റസൂലല്ലാഹ് ഫഹലി മിനത് തൗബ, അല്ലാഹു എനിക്ക് പുറത്തു തരുവോ നബിയേ? മുത്തുനബി പറഞ്ഞു, നിനക്ക് അല്ലാഹു പുറത്തു തരും ചെറുപ്പക്കാരാ. രാത്രി എഴുന്നേറ്റ് സുജൂദിൽ കിടന്നിട്ടു അല്ലാഹുവിനോട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, നിനക്ക് അല്ലാഹു പുറത്തു തരുമെന്ന് പ്രവാചകൻ പറയുമ്പോ അതുപോലെ പാപം ചെയ്ത ആരാളുള്ളത്? മയ്യത്തിനെ വ്യഭിചരിച്ചവരുണ്ടോ? ഇല്ലല്ലോ. അല്ലാഹു ആ മനുഷ്യന് പുറത്തു കൊടുത്തു. പിന്നെയാണോ നിനക്കല്ല പുറത്തു തരാത്തത്? അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ശഅബാനിന്റെ രാത്രിയാണ്. പടച്ചവരെ, നിനക്കൊന്ന് കരയാൻ കഴിയുമോ? നിനക്കൊന്ന് തൗബ ചെയ്യാൻ കഴിയുമോ? ചെയ്തു പോയ പാപങ്ങളെ ഏറ്റു പറയാൻ കഴിയുമോ? തൗബ ചെയ്യാനുള്ള മനസ്സ് ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. നന്നാകാനുള്ള മനസ്സ് ഞങ്ങൾക്ക് തരണേ റബ്ബേ. മരിച്ചുപോയ പെണ്ണിന്റെ മയ്യത്തിനെ രാത്രി പോയി മണ്ണു മാന്തി ഖബറിന്റെ അകത്തിറങ്ങി എന്നിട്ട് അതിനകത്ത് കിടന്ന് വ്യഭിചരിച്ചവൻ അല്ലാഹു പുറത്തു കൊടുത്തെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ പറ, നബി മുഹമ്മദ് മുസ്തഫ. അത്രയ്ക്കും വലിയ ദ്രോഹം ചെയ്ത ആരെങ്കിലും ഉണ്ടോ? 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 ഇതേ പറയാ ഒരു മടി ഉണ്ടോ? അങ്ങനെ ചെയ്തിട്ടുണ്ടോ? ഇല്ല. നീ ചെയ്ത എന്ത്? ചെറിയ ചെറിയ പാവങ്ങൾ അത് അല്ലാഹു പുറത്തു തരുമെന്ന് നബിയിനാ റസൂലുള്ളാഹി. അത് അല്ലാഹുവിനോട് പറഞ്ഞാൽ മതി, ഇനി ഞാൻ ചെയ്യൂല പടച്ചോനെ, ഇനി ഞാൻ ചെയ്യത്തില്ല, പെട്ടുപോയതാ, സത്യം ഇനി ചെയ്യൂല. അള്ളാന്റെ അടുക്കല് പൊട്ടിക്കരഞ്ഞുകൊണ്ട് തൗബ ചെയ്ത അല്ലാഹു നിനക്ക് പുറത്തു തരും. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇന്ന് തൗബ ചെയ്യോ? ഇന്ന് തൗബ ചെയ്യോ? നീ നേരം വെളുപ്പിക്കൂല, നേരം വെളുത്തിട്ട് ചെയ്യാന്നല്ല, ഇന്ന് തൗബ ചെയ്യുവോ ഇല്ലേ? ചെയ്യുവോ ഇല്ലേ? ചെയ്യാന്ന് നിയത്ത് ചെയ്യുന്നവര് കൈപൊക്ക. ഉസ്താദെ, ചെയ്തു പോയ പാപം മുഴുവൻ ഇന്നിവിടെ വെച്ച് കൈപൊക്കാത്തവനുള്ള പ്രതിഫലം ഞാൻ പറയും. അപ്പൊ നീ കാല് വരെ പൊക്കും. വേണമെങ്കിൽ ഇപ്പം പൊക്കിക്കോ, രണ്ടാമതൊന്നും പഴയതുപോലെ ഒന്നും ഇല്ല, ഒറ്റ പൊക്കലേ ഉള്ളൂ. ഇതാ അങ്ങനെ ഇപ്പൊ മറ്റേ കുത്തലാണല്ലോ, വോട്ടിടുന്ന അങ്ങോട്ടുകൊണ്ട് കുത്തിയ ആർക്ക് കുത്തിയാലും നമുക്ക് തന്നെ, ആർക്ക് കുത്തിയാലും അതാണ് അവസ്ഥ. അതുകൊണ്ട്
ഇന്ന് ചെയ്ത പാപം മുഴുവൻ ഇവിടെ വെച്ച് കഴുകി കളയണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. പിന്നെ വേറെ ചില ആൾക്കാരുണ്ട്, എന്നെ തല്ലണ്ട ചങ്ങാതി, ഞാൻ നന്നാവൂല, ഓനെ നന്നാക്കാൻ ഇനി അള്ളാഹ് എന്നെ തീരുമാനിക്കണം. അള്ളാഹ് നിന്നെ നന്നാക്കുമെന്ന് നീ കരുതണ്ട. നിനക്ക് നന്നാകണമെന്ന് തോന്നിയാലേ അള്ളാഹു നിന്നെ നന്നാക്കത്തുള്ളൂ. അങ്ങനെ ഒരാൾക്ക് നന്നാകണമെന്ന് സ്വന്തമായിട്ട് തോന്നണം, എങ്കിലേ അള്ളാഹു നന്നാക്കത്തുള്ളൂ. ഇല്ല, അങ്ങനെ നടന്ന അങ്ങനെ തന്നെ നടക്കേണ്ടി വരും. പറയണ വഴിയെ പോയില്ലെങ്കിൽ പിന്നെ ഏത് വഴിയെ അടിക്കണം? പോണ വഴി അടിക്കണമെന്ന് പൊക്കോ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹു ഹിദായത്ത് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് തൗബ ചെയ്യാമെന്ന് തീരുമാനിച്ച് നിങ്ങൾക്ക് അള്ളാഹ് തരുന്ന പ്രതിഫലം കേൾക്കണം. നീ കൈപൊക്കിയവർക്ക് അള്ളാഹു തരുന്ന പ്രതിഫലം. ഈ ഫാൻ എന്തേപ്പാ, ഒന്ന് ഓഫാക്കപ്പോ, ഇതെന്താ 3 എണ്ണം കൂടെ ഒരുമിച്ചാപ്പാ. അനിയ കൊടുങ്കാറ്റടിക്കൊണ്ടിരിക്കുക ഇപ്പൊ പല സ്ഥലത്ത് ഓഫാക്കിയാരെ. എവിടെ ഇപ്പൊ കൊടുങ്കാറ്റടിക്കുന്ന? ഇപ്പൊ ഒഡീഷ. എപ്പോ വേണമെങ്കിലും അത് ആലപ്പുഴയ്ക്ക് ഇങ്ങോട്ടും വരാം, കായംകുളത്തും വരാം, അടച്ചേരാ. അല്ലാഹ് അത് ഓഫാക്കിയപ്പോ തന്നെ ഏകദേശം സൗണ്ടില്ലേ. ശരി, അൽഹംദുലില്ലാഹ്. അള്ളാഹു നമ്മളെയൊക്കെ അവന്റെ അദാബുകളെ തൊട്ട് അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എങ്ങനെ കൊടുങ്കാറ്റൊക്കെ അടിക്കാതിരിക്കും? ഈ ടിക്ടോക്കൊക്കെ നിർത്തണം, നിരോധിച്ചാൽ വീണ്ടും. ടിക്ടോക്ക് എന്ന് പറഞ്ഞാൽ ഈ ഉമ്മാമാരുടെ ഒക്കെ ടിക്ടോക്കാ കാണുന്നത് കേട്ടാ. ചെറുപ്പക്കാരുടെ ടിക്ടോക്കൊക്കെ മാറി ഉമ്മാമ്മമാരെ വരെ നിർത്തിയിട്ടാ ഇപ്പൊ ടിക്ടോക്ക്. ആ മാക്സി അങ്ങോട്ട് പൊക്കിയിട്ടൊരു ഉടുത്തലുണ്ട്. അല്ലാഹു അലം, നിന്റെയൊക്കെ ഉടുക്കത്തെ ടിക്ടോക്ക് പള്ളിക്കാട്ടി കൊണ്ടുവെക്കുമ്പോ തീരും. എന്നിട്ട് നോക്കാം ഉമ്മ എത്ര പേര് ഷെയർ ചെയ്തു, എത്ര പേര് ലൈക്ക് ചെയ്തു. ഇതാ പള്ളിപ്പറമ്പിൽ കൊണ്ടുവെക്കുമ്പോ ലൈക്കൊക്കെ കാണണം കേട്ടാ. അസ്രായീൽ അലൈഹിസ്സലാം മുമ്പിൽ വരുമ്പോൾ നീ നോക്കണം എത്ര ലൈക്ക് ഉണ്ടെന്ന്. ഉടനെ ഉമ്മ വിളിക്കും, കല്ലാ ഇദാ ബലഗതി തറാഖിയ വകീല മൻ റാഖ് വളന്ന അന്നഹുൽ ഫിറാഖ് വൽതഫത്തി സാഖു ബിസാഖ്. മലക്കുകൾ പറയും, ആമിനാത്ത വിളി. ലൈക്ക് ചെയ്തവരെയും ഷെയർ ചെയ്തവരെയും കമന്റ് ചെയ്തവരെയും പ്രോത്സാഹനം നിന്നെ കൊണ്ടുപോകാൻ പോവാ, വിളിച്ചോ. ചാവിട്ടി വലിച്ചു കീറും മലക്കുകൾ. അപ്പൊ നീ വിളിക്കണം എല്ലാത്തിനെയും കേട്ടാ. അല്ലാഹു എല്ലാവർക്കും ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ തൗബ ചെയ്യാൻ തീരുമാനിച്ച നിങ്ങൾക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം. മോനെ, ഇന്ന് നീ ഇവിടെ ഇരുന്ന് കരഞ്ഞു. ഇന്ന് ദുആ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആരെങ്കിലും ഇവിടെ ഇരുന്ന് കരഞ്ഞാലേ അല്ലാഹുവിന്റെ അർശിന്റെ ഭാഗത്ത് നിൽക്കുന്ന ലക്ഷക്കണക്കിന് മലക്കുകള് അള്ളാനോട് പറയുകയാ, പടച്ചവനെ അവനെ നീ പുറത്തു കൊടുക്ക തമ്പുരാനെ. ആരാ? കള്ളുപിടിയന്മാരും പെണ്ണുപിടിയന്മാരൊന്നുമല്ല. ജനിച്ച കാലം മുതൽ മരിക്കുന്ന കാലം വരെ പാപം ചെയ്യാത്ത മലക്കുകൾ അള്ളാനോട് പറയാ, ആ പാവപ്പെട്ടവന് പുറത്തു കൊടുക്ക തമ്പുരാനെ, ആ പെണ്ണിന് നീ പുറത്തു കൊടുക്ക തമ്പുരാനെ. മലക്കുകൾ ദുആ ചെയ്യുമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഒന്ന്, ആര് ദുആ ചെയ്യും നമുക്ക് വേണ്ടി? മലക്കുകൾ ദുആ ചെയ്യും. 2, അവർ അള്ളാഹുവിനോട് പറയും, പടച്ചവനെ ആ പാവപ്പെട്ടവന് നീ സ്വർഗം കൊടുക്കണേ അല്ലാഹ്. അള്ളാഹൻ ചെയ്ത പാപം നിന്റെ അടുക്കൽ ഏറ്റുപറഞ്ഞു, പടച്ചവൻ അതിനു പകരം നീ സ്വർഗം കൊടുക്ക്. അള്ളാഹുവിനോട് മലക്കുകൾ പറയുകയാണ്. ഈ സദസ്സിൽ ഇരുന്നു കൊണ്ട് തൗബ ചെയ്യുമ്പോൾ ആ സമയത്ത് അള്ളാഹുവിന്റെ അർശിന്റെ ഭാഗത്തിരിക്കുന്ന മലക്കുകൾ പറയുകയാണ്, പടച്ചറപ്പേ ആ സിറാജിന്റെ പാപം പുറത്തു കൊടുക്കണേ അല്ലാഹ്. എന്നിട്ട് മലക്കുകളെ പറയുകയാണ്, ആ സിറാജിന് നീ സ്വർഗം കൊടുക്കണേ തമ്പുരാനു, ആ സിറാജിന് നീ സ്വർഗം കൊടുക്കണേ തമ്പുരാനു. എന്നിട്ട് മലക്കുകൾ അല്ലാഹുവോട് പറയുകയാണ്, ഞാനല്ല പറയുന്നത് അല്ലാഹുവാണ്. വിശുദ്ധ ഖുർആൻ എടുത്ത് നോക്കൂ. അല്ലാഹു പറയുകയാ, വമൻ സ്വലഹ മിൻ ആബാഇഹിം. ഞാൻ ഇന്നിവിടെ ഇരുന്നു കൊണ്ട് കരഞ്ഞുകൊണ്ട് ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ മുഴുവനും ഞാൻ അല്ലാഹുവിന്റെ മുന്നിൽ ഏറ്റു പറയുകയാണെങ്കിൽ മലക്കുകൾ അല്ലാഹുവോട് പറയുന്നു, നാഥാ ആ സിറാജിന് ജന്മം കൊടുത്ത ഒരു വാപ്പയുണ്ട് തമ്പുരാന്. രക്തം വിയർപ്പാക്കി അധ്വാനിച്ചവനെ പോറ്റി വളർത്തിയ ഒരു വാപ്പയവനുള്ള തമ്പുരാന്. 9.5 മാസക്കാലം ഗർഭം ചുമന്ന് മരണവേദനയുടെ വേദനയിൽ നിന്ന് പ്രസവിച്ച ഒരു ഉമ്മ സിറാജിനുണ്ട് തമ്പുരാനെ. അവൻ തൗബ ചെയ്തത് കാരണം അവന്റെ വാപ്പാനും ഉമ്മാനും നീ സ്വർഗ്ഗം കൊടുക്കണേ അല്ലാഹ്. എന്റെ വാപ്പയ്ക്കും ഉമ്മയ്ക്കും സ്വർഗമാ, എന്റെ വാപ്പയ്ക്കും ഉമ്മയ്ക്കും സ്വർഗമാണ്, നിങ്ങളുടെ മാതാപിതാക്കൾക്ക് സ്വർഗമാണ്. എന്നിട്ട് മലക്കുകൾ പറയുന്നു, നാഥാ
അസുവാജിനൊരു ഭാര്യയുണ്ട് അല്ലാ. അവന്റെ ദുഃഖത്തിലും സന്തോഷത്തിലും അവന്റെ കൂടെ നിൽക്കുന്ന, അവന് ഭക്ഷണം വെച്ച് കൊടുക്കുന്ന, അവന്റെ ആവശ്യങ്ങൾ മുഴുവനും നടത്തി കൊടുക്കുന്ന ഒരു ഭാര്യ അവനുണ്ട് തമ്പുരാനെ. നിങ്ങളുടെ ഭാര്യക്ക് സ്വർഗം കിട്ടാറ്. എന്നിട്ടോ മലക്കുകൾ പറയുന്നു അല്ലാ, ഇവരുടെ രക്തത്തിൽ പിറന്ന മക്കൾക്കും നീ സ്വർഗം കൊടുക്കണേ അല്ലാ എന്ന് ദുആ ചെയ്യുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹുവിന്റെ ഖുർആൻ പറയാ, നിങ്ങൾ ആരെങ്കിലും ഇന്ന് തൗബ ചെയ്താൽ മലക്കുകൾ അല്ലാഹുവിനോട് ദുആ ചെയ്യും, പടച്ചവനെ ഈ ചെറുപ്പക്കാരന്റെ പാപം പുറത്തു കൊടുക്കണം, ഇവന് നീ സ്വർഗം കൊടുക്കണം, ഇവന് മാത്രമല്ല ഇവന്റെ ഉമ്മയ്ക്കും കൊടുക്കണം, ഇവന്റെ വാപ്പയ്ക്കും കൊടുക്കണം, ഇവന്റെ ഭാര്യക്കും കൊടുക്കണം, ഇവന്റെ മക്കൾക്കും സ്വർഗം കൊടുക്കണേ എന്ന് മലക്ക് ദുആ ചെയ്യുമെന്ന് നബിയുനാ റസൂലുള്ളാഹി നബിയുനാ റസൂലുള്ളാഹി. രണ്ട് കേട്ടോ, ഇന്ന് തൗബ ചെയ്തു പോകുന്ന വഴിയിലങ്ങ് മരിച്ചു. ഇന്നിവിടുന്ന് തൗബ ചെയ്തിട്ട് നീ പോകുന്ന വഴിയും മരിച്ചു. എല്ലാരും കൂടെ എളുപ്പിച്ച് കുളിപ്പിച്ച് നാളെ പള്ളിക്കുഴി കൊണ്ടുവരും. നാളെ നിന്റെ ജനാസ ഇവിടത്തെ പള്ളിപ്പറമ്പിലേക്ക് കൊണ്ടുവരുമ്പോ പള്ളിക്കാട്ടിൽ നാളെ പെരുന്നാളാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നീ ആരെന്നറിയോ? നിന്റെ മഹത്വം മനസ്സിലാക്കിക്കോ. നാളെ നിന്റെ മയ്യത്ത് പള്ളിപ്പറമ്പിലേക്ക് കൊണ്ടുപോകുമ്പോ ആ പള്ളിപ്പറമ്പിലെ കബറാളികൾക്ക് മുഴുവനും നാളെ പെരുന്നാളാ. എന്തെന്നറിയോ? മനുഷ്യ, തൗബ ചെയ്ത ഒരു മനുഷ്യൻ നിസ്കരിച്ചവന്റെയോ ഖുർആൻ ഓതിയവന്റെയോ ഹജ്ജ് ചെയ്തവന്റെയോ നോമ്പ് പിടിച്ചവന്റെയോ സ്വലാത്ത് പറഞ്ഞവന്റെയോ പള്ളി കെട്ടിക്കൊടുത്തവന്റെ പ്രതിഫലമല്ല. ജീവിതത്തിൽ ഒരു തെറ്റ് ചെയ്തു, അത് അല്ലാഹുവോട് സമ്മതിച്ചു ഏറ്റുപറഞ്ഞു. അല്ലാഹുവിനോട് ഞാൻ തൗബ ചെയ്തു, ഇനി ഞാൻ ചെയ്യില്ല എന്ന് തൗബ ചെയ്ത നിന്റെ മയ്യത്ത് പള്ളിപ്പറമ്പി കൊണ്ടുപോയി കബറടക്കിയ മോനെ, നിന്റെ അടുത്ത് കിടക്കുന്ന മറ്റുള്ള കബറാളികൾക്ക് പോലും നിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അത്രയ്ക്കും വലിയ മഹാന നമ്മള്. ജീവിതത്തിൽ ചെയ്ത ഒരു പാപം അല്ലാഹുവിന്റെ മുന്നിൽ ഏറ്റു പറഞ്ഞതിന്റെ പേരിൽ അടുത്ത് കിടക്കുന്നവർക്ക് പോലും അല്ലാഹു പുറത്തു കൊടുക്കും. നിങ്ങൾക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം എനിക്കറിയില്ല. ചെയ്യുന്നവനുള്ള പ്രതിഫലമല്ല പറഞ്ഞത്, അടുത്ത് കിടക്കുന്നവർക്ക് പുറത്തു കൊടുക്കുമെങ്കിൽ പിന്നെ ബാക്കിയുള്ള പ്രതിഫലം പറയണം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നമുക്ക് തൗബ ചെയ്യാനുള്ള ഭാഗ്യം തരുമാറാകട്ടെ. അതുകൊണ്ട് സഹോദര, ഈ മാസം ശഅബാൻ മാസം, ഇത് പാപം പൊറുക്കുന്ന മാസം. ഇനി 2 ദിവസം കൂടെയുണ്ട്. വേണമെങ്കിൽ കഴുകിക്കളഞ്ഞു. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. രണ്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഹവ്വനല്ലാഹു അലൈഹി സക്കറാത്തുൽ മൗത്ത്. അല്ലാഹു നിന്റെ മരണം എളുപ്പമാക്കി തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. രണ്ടാമത്തെ പ്രതിഫലം എന്താ? മരണം അങ്ങോട്ട് അല്ലാഹു എളുപ്പമാക്കി തരും. അല്ലാഹു എളുപ്പമാക്കി തരുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ മരണവേദന അല്ലാഹു കുറച്ചു തരുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങളുടെ മരണസമയം നീ നന്നാക്കി തരണേ തമ്പുരാനെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മരണവേദന അത് വല്ലാത്ത വേദനയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അതിന്റെ വല്ലാത്ത രംഗം എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയും, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹം എന്താ? നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹം എന്താ? മരിക്കുമ്പോ ഈമാനോടുകൂടി മരിക്കണം. തരുമാറാകട്ടെ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ.